അത് ശരിക്കും ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം സിംഹത്തിനെ പേടിയില്ലാത്ത ഒരാൾക്ക് പോലും പാമ്പിനെ പേടിയുണ്ടാവും. ഒരു പലതവണ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. മഞ്ജു വാര്യർക്കോ മോഹൻലാലിനോ ഉണ്ടാകുന്നത് പോലെ ഒരു ഇത് ഉണ്ടാവാൻ കടിക്കുന്നത് പോലെ ഇത് കടിക്കും. അതിൻ്റെ പല്ല് ബാക്കിയാകും മുഴുവനും പല്ലാണ്. ശരിക്കും തുന്നിക്കെട്ടാൻ പോലും പറ്റില്ല, അമ്മാതിരിയാണ് ഇത് കടിക്കുന്നത്. ചിലത് നമ്മൾ തൊടാൻ പോലും സമ്മതിക്കാറില്ല, അഗ്രസീവ് ആയിരിക്കും. റെക്കോർഡുകൾ എല്ലാ കാലത്തും നമ്മളെല്ലാവരെയും ആവേശം കൊള്ളിക്കാറുണ്ട്. അങ്ങനെ വലിയൊരു റെക്കോർഡ് നേടിയ മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. മംഗളം ടി വിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ശ്രീമതി രോഷ്നി GS ആണ്. ആയിരത്തിലധികം പാമ്പുകളെ പിടികൂടി, അതും ശാസ്ത്രീയമായി തന്നെ ഒരു ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു വ്യക്തിത്വമാണ് രോഷ്നിയുടേത്. മാത്രമല്ല, നമ്മുടെ ക്രിക്കറ്റ് ദൈവം, ഒരുപാട് റെക്കോർഡുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കർ, അദ്ദേഹവും തൻ്റെ ട്വീറ്റിലൂടെ രോഷ്നിയുടെ ഈ നേട്ടങ്ങളെ പേരെടുത്ത് തന്നെ പരാമർശിച്ചു. അത് മലയാളികളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ഒരുപാട് ആവേശത്തോടെയാണ് മലയാളക്കര ഇത് ഏറ്റെടുത്തത്. ഒരു നാട്ടിൻ പുറത്തുകാരി, നമ്മുടെ കൺമുന്നിലൂടെ വളർന്നൊരു പെൺകുട്ടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ തന്നെ ഇതിഹാസ താരത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കൂടുതൽ ആവേശമാകും. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീമതി രോഷ്നി GS ആണ്, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ, ഒപ്പം കേരളത്തിലെ സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതമായൊരു മുഖം. നമുക്ക് രോഷ്നിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ പാമ്പുകൾ കൂടുതൽ ആശങ്കയായത് ചർച്ചയായ ഒരു കാലമാണ്. ആ വിഷയങ്ങൾ, രാജവെമ്പാലയെ പിടികൂടിയതിൻ്റെ ആ ഒരു ടാസ്ക്, ഒപ്പം എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരത്തിലേക്ക് രോഷ്നിയിലേക്ക് പോകാം. സ്വാഗതം. അപ്പോൾ ഞാൻ ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിലേറ്റവും ഒടുവിൽ നമ്മൾ പാമ്പുകളുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ സച്ചിൻ ടെണ്ടുൽക്കറുടെ ട്വീറ്റ് തന്നെ എടുക്കാം. പേരെടുത്ത് പറഞ്ഞു. ആ ഒരു അനുഭവം ഒരു വലിയ ഓസ്കാറിനേക്കാളും വലുതെന്നാണ് രോഷ്നി പറഞ്ഞത്. എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ശരിക്കും അന്നും രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്തപ്പോഴാണ് ശരിക്കും സാർ അത് ട്വിറ്ററിൽ അത് കൊടുത്തത്. അപ്പോൾ പിന്നീട് ആരൊക്കെ പറഞ്ഞു വെറുതെയാണത്, സച്ചിൻ ടെണ്ടുൽക്കറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വീണ്ടും പിന്നെ എനിക്ക് ഒരുപാട് പേരത് എടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും അല്ല എന്നല്ല. അപ്പോൾ എൻ്റെ പേരെഴുതി അദ്ദേഹം ഇങ്ങനെ കറേജിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 വരി മെസ്സേജ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ രാജൻ മധേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറിൻ്റെ വീഡിയോ, സാറ് കൊടുത്ത വീഡിയോ ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അത് ശരിക്കും ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ എവിടെയാണ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നൊരു വ്യക്തി എവിടെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മളെ ഒന്ന് ഒരു ആശംസ പറയാൻ അല്ലെങ്കിൽ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ മടിയുള്ളൊരു കാലമാണ് ശരിക്കും. എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു സ്ത്രീ എന്ന നിലയിൽ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. വലിയൊരു അവാർഡ് കിട്ടിയതിൻ്റെ അത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. കറേജിയസ് ആ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ ഒരു ആൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാറുണ്ട് ഇപ്പോൾ, എങ്കിൽ പോലും ഇത്ര നിരന്തരമായി ഒരു ശ്രമം നടത്താറില്ല. ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച് ഇതിലേക്ക് വന്ന ഒരു വഴി അതൊന്ന് ഓർത്തെടുത്താൽ. പാമ്പുകളെ വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്, പാമ്പുകളോട് സംസാരിക്കാറുണ്ടെന്നും കേട്ടിട്ടുണ്ട്, പാമ്പിനെ സംസാരിച്ചുകൊണ്ട് ചാക്കിലേക്ക് കയറ്റാറുണ്ടെന്നും പറയാറുണ്ട്. എങ്ങനെയാണ് ഈ കുപ്പിയിലാക്കുന്ന പാമ്പുകളെയൊക്കെ? ഒരുപാട് കമൻസ് അതിൽ പല രീതിയിലും വരാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് രീതിയിൽ ആൾക്കാർ നല്ല രീതിയിൽ തന്നെയാണ്, ഞാനതെല്ലാം ഒരു പ്രചോദനമായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഒരു ധൈര്യം, ശരിക്കും അത് എനിക്കെന്നല്ല, നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആർക്കും ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ജീവി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സിംഹത്തിനെ പേടിയില്ലാത്ത ഒരാൾക്ക് പോലും പാമ്പിനെ പേടിയുണ്ടാവും. ഒരു 95-96% ആൾക്കാർക്കും പാമ്പ് എന്ന് പറയുമ്പോൾ എന്തൊരു പ്രത്യേകതരം ഒരു ഭയം ഉള്ളൊരു ജീവിയാണ്. നമ്മളതിനെ കൊല്ലാനുള്ള കഴിവുണ്ട് എന്നിരിക്കലും, അത് പല ജീവികൾക്കും ഉണ്ടെങ്കിലും, പക്ഷേ പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി പേടി കൂടുതലാണ്. എനിക്ക് ചെറുപ്പത്തിലൊന്നും അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, വനംവകുപ്പിൽ വന്നതിന് ശേഷം തന്നെയാണ്. പക്ഷേ റെസ്ക്യൂ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് പൊതുവേ വന്യമൃഗങ്ങളോടെല്ലാം ഒരു ഇഷ്ടമാണ്. പിന്നെ ഈ സംസാരിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്. എന്തിനെ കണ്ടാലും ഞാൻ സംസാരിക്കും. ഇപ്പം ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഞാനൊരു മഹാദേവൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കാറുണ്ട്.
അപ്പോൾ ചെറിയ വട്ടാണെന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. അതുപോലെ തന്നെ ജീവികളെ ഇപ്പോൾ ഏത് ജീവിയായാലും ഇങ്ങനെ നമ്മൾ ഒരുപാട് ജീവികളെ റെസ്ക്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അതിൽ കൂടുതലും ഇത് അറിയപ്പെട്ടത് ആ രാജവെമ്പാലയുടെ വീഡിയോയിലാണ്. ഞാൻ അതിനോട് കയറി പോവാം എന്ന് പറയുന്ന അത് നല്ലോണം അറിയാൻ അത് പെട്ടെന്ന് അനുസരിച്ചു. അതെ 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 അതെ. അപ്പോൾ അതിലൂടെയാണ് ശരിക്കും ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അത് ഒരുവിധപ്പെട്ട ഏത് റെസ്ക്യൂവിന് പോയാലും അത് ഞാനൊരിക്കലും അത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകുന്നതാണ്. ഇങ്ങനെ ഒരു കൂടെ അങ്ങനെ സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്, നമുക്ക് പോവാം, രക്ഷിക്കാനാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. പല പാമ്പും പല സ്വഭാവമാണ്. ചിലത് നമ്മൾ തൊടാൻ പോലും സമ്മതിക്കാറില്ല, അഗ്രസീവായിരിക്കും. അതിപ്പോൾ മേറ്റിംഗ് സീസണിൽ ചിലപ്പോൾ ഭയങ്കര അഗ്രസീവായിരിക്കും. മുട്ടയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ അതുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ തൊടാൻ പോലും സമ്മതിക്കില്ല. പക്ഷെ നമുക്ക് ജനവാസ മേഖലയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പം നമുക്കതിന് വേറൊരാളെ ഇപ്പോൾ സഹായത്തിന് വിളിക്കാനൊന്നും പറ്റില്ല, നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഭഗവാനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് ഇതുപോലെ സംസാരിച്ച് വിളിക്കാറുണ്ട്. അതിനെയാണ് ഇങ്ങനെ ശരിക്കും പറയുന്നത്. ഈ 18 അടി നീളമുള്ള രാജവെമ്പാല, അവിടെ സ്ത്രീകളെ പലപ്പോഴും അതിനെ നിയോഗിക്കാതെ പരിശീലനം കിട്ടിയവരുണ്ട്. പ്രത്യേകിച്ച് റോഷ്നിക്ക് അതിന് വലിയ പരിശീലനമുണ്ട്. പലപ്പോഴും പുരുഷ ഓഫീസർമാരെ നിയോഗിക്കുന്നത് കണ്ട് വിഷമത്തോടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഒരു അഭിമുഖത്തിൽ വായിച്ചു. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു. അപ്പോൾ അതോടുകൂടി ആ ഒരു വലിയ ആ ടാസ്ക് എടുക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് കൂടി എന്താണ് സ്ത്രീകൾക്ക്? അതെ, സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളെ എന്തിനാണ് അങ്ങനെ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നോടിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. എനിക്കങ്ങനെ പറ്റില്ല എന്നൊരു കാര്യവും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ പുരുഷന്മാർ ചിലപ്പോൾ പറയുമായിരുന്നു എല്ലാം ഇപ്പോൾ അങ്ങ് ചെയ്യും എന്നൊക്കെ, അവർ വേണമെങ്കിൽ കളിയാക്കി പറയുമായിരിക്കും. പക്ഷേ എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആമ്പിള്ളേരെ കൊണ്ട് ചെയ്യിക്കണാണുമ്പോൾ മനസ്സിൽ വിഷമം തോന്നും. നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നു, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നെനിക്കൊരു പലപ്പോഴും പല കാര്യങ്ങളിലും വിഷമം തോന്നും. കാരണം എനിക്കത് എന്ത് പറഞ്ഞാലും ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഈ രാജവെമ്പാലയുടെ കാര്യത്തിലായാലും പലതവണ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഈ ഒരു ജീവിയെ തൊടണം എന്നുള്ളത് തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു രാജവെമ്പാലെ. അപ്പോൾ അതിന് തന്നെ അവസരം ഉണ്ടായിട്ടും തരാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ വന്നപ്പോൾ അപ്പോഴും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചിലപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ മേ ബി. അപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറ്റില്ലെങ്കിൽ പോവണ്ട എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ വിശ്വാസമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 100% ഒരു ആത്മവിശ്വാസം എനിക്ക് കുറച്ച് കൂടുതലാണ്. അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് ധൈര്യമായിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോടായാലും പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മളെ മാറ്റി നിർത്തിയാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായാലും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല, നമ്മളിത് ചെയ്യണം. എന്തിനാണ് നമ്മളിപ്പോൾ ആണും പെണ്ണും എന്നൊരു ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്. നമുക്കങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. മാറി നിൽക്കാതെ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോഴും ചില കമൻറ്റുകളെങ്കിലും വരുമ്പോൾ അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് റീൽസൊക്കെ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഫേമസ് ആവാൻ ശ്രമിക്കുന്നു. റോഷ്നിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇതിനോടകം തന്നെ ദൂരദർശനിൽ ഒരു 2 പതിറ്റാണ്ടോളം ആകാൻ പോകുന്നു. അവതാരക എന്ന നിലയിൽ വാർത്തകളിലൂടെയും സ്വന്തം നിലയ്ക്ക് റീൽസിലൂടെയൊക്കെ ഫേമസ് ആണ്. മാത്രമല്ല ചെയ്യുന്ന മേഖലയിലും കർമ്മ മേഖലയിൽ അത് കണ്ട് നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്തരം കമൻറ്റുകൾ വരുമ്പോൾ അവരോട് പറയാനുള്ളത് എന്താണ്? പലപ്പോഴും ചില പോരാട്ടം തന്നെ നിയമ പോരാട്ടം വരെ അടുത്തിടെ നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. കുറേയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. തുടക്കത്തിലൊക്കെ ഒരു വിഷമം തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പോകാറില്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എനിക്ക് ഇടയ്ക്ക് എന്നെ ടാർഗറ്റ് ചെയ്ത് എൻ്റെ പുറകെ നടന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന 1-2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ശരിക്കും ഞാനായിട്ട് പോയതല്ല, എന്നോട് തന്നെ പലരും അത് പോകണം, അങ്ങനെ ചെയ്യാതിരിക്കരുത്, അത് മോശമാണെന്ന് പലരും പറഞ്ഞ് ഞാൻ നിയമപരമായി നീങ്ങിയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ശരിക്കും അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ 1-2 സ്ഥലത്ത് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞത് മാഡം അത് സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് അങ്ങനെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാറ്റസിലിരിക്കുന്ന ഒരാളല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, ഞാനൊരു പബ്ലിക് സർവൻ്റാണ്. അപ്പോൾ ഇപ്പോൾ മഞ്ജു വാര്യർക്കോ മോഹൻലാലിനോ ഉണ്ടാകുന്നത് പോലെ ഒരിത് ഉണ്ടാവാൻ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഞാൻ അതിൻ്റെ ഒന്നും 7 അയലക്കത്ത് പോലും വരില്ല, അങ്ങനെ ഒരാളാണ്.
അപ്പോൾ പിന്നെ എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിച്ചത് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായൊരു വ്യക്തിത്വം ഇല്ലേ, അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത്, അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനത് സംസാരിച്ചത്. അങ്ങനെയാണ് ശരിക്കും അങ്ങനെ നിയമപരമായിട്ട് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ അധികം അങ്ങനെ കമൻസ് ഒന്നും കുറേയൊന്നും നോക്കാറൊന്നുമില്ല. പിന്നെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ തള്ളിക്കളയും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ 1/4 പോലും ചെയ്യാൻ കഴിയാത്തവരാണ് നെഗറ്റീവ് പറയുന്നത്. അത് കഴിയുന്നവരാണെങ്കിൽ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണില്ല. അപ്പം നമ്മളെ എന്തുവാണ് സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ശരിക്കും നെഗ്ലക്റ്റ് ചെയ്യാറാണുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രമുഖ ചാനലിൻ്റെ ടോക്ക് ഷോയിൽ വന്നപ്പോൾ അന്ന് ശാസ്ത്രീയമായി അതിൻ്റെ രീതിയെക്കുറിച്ച് രോഷിനി പറയുകയും, എന്നാൽ വാവ സുരേഷ് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പക്ഷേ നിങ്ങൾ തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല, സെൽഫിയൊക്കെ എടുത്താണ് പിരിഞ്ഞത്. പക്ഷേ പിന്നീടത് റീലുകളും പിന്നെ ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിനുള്ള മറുപടിയും രോഷിനിയുടെ കയ്യിലുണ്ട്. അതെന്താണ്, അങ്ങനെ എന്താണ്? അദ്ദേഹമായിട്ട് ഞാൻ വളരെ നല്ല സൗഹൃദത്തിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ പുള്ളിയോട് ആരൊക്കെ എന്തോ തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഞങ്ങൾ സംസാരിച്ചു. വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ തന്നെ കൊടുത്തത് പോലും പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, വരണം എന്ന് അദ്ദേഹമാണ് എന്നോട് പറയുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേട്ടാ വരാം. എന്നെ അവിടെ നിന്ന് വിളിച്ചു, ഞാൻ പോയി. ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു, ഈ പ്രോഗ്രാമിന് കയറി. അപ്പം ഞാനിത് കയറുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ വനംവകുപ്പിലൊരു ഉദ്യോഗസ്ഥയാണ്. അപ്പം നമ്മുടെ ഈ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും തമ്മിലുള്ളൊരു സംസാരമാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചു വന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ എന്നെ സർക്കാർ പഠിപ്പിച്ചൊരു രീതിയുണ്ട്. എനിക്കതിൽ നിന്നും ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം ഞാൻ തുടക്കം മുതൽ അത് പഠിച്ച് അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പുള്ളിയെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ ശരിക്കും ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചർച്ചയില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് കുറച്ച് യൂട്യൂബ് ചാനലുകാരൊക്കെ കൂടി ഇതിനെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു AI വെച്ചൊക്കെ ഞാനും പുള്ളിയും കൂടെ അടികൂടുന്ന പടം വരെയൊക്കെ വച്ചിട്ടൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒത്തിരി എണ്ണം വന്നായിരുന്നു. എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു, നിങ്ങൾ തമ്മിൽ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ തമ്മിൽ എനിക്ക് പുള്ളിയായിട്ട് യാതൊരു വിധത്തിലുള്ള എനിക്ക് ആ മനുഷ്യനോടും എനിക്കങ്ങനെ വരിക. കാരണം ഞാൻ ചെയ്യുന്നതും പുള്ളി ചെയ്യുന്നതും ശരിക്കും ഒരു കാര്യം തന്നെയാണ്. പാമ്പ് പുള്ളിയെ കടിച്ചാലും എന്നെ കടിച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലൊരു ഈഗോ പ്രശ്നം വരേണ്ട കാര്യം, എനിക്ക് പുള്ളിയോട് ഈഗോ തോന്നേണ്ട കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് തോന്നേണ്ട കാര്യമോ ഇല്ല. പിന്നെ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അദ്ദേഹം അതല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കതിൽ നിന്ന് എന്തായാലും വ്യതിചലിച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് ഒരിക്കലും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തിയോട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. ഇത് ആൾക്കാർ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ചില വീഡിയോയിലൊക്കെ പുള്ളിയുടെ തന്നെ ഫാൻസായിട്ടുള്ളവരൊക്കെ ഒരുപാട് മോശം പറയാറുണ്ട്. അപ്പോൾ ചിലത് കാണുമ്പോൾ വിഷമം തോന്നും. കാരണം നമ്മളൊരു മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിൽ, കാരണം ചേച്ചി പറഞ്ഞതുപോലെ ഞാനും പുള്ളിയും കൂടെ സെൽഫി എടുത്താൽ ഞങ്ങൾ പിരിയുന്നത്, അത്രയും കാര്യമായിരുന്നു. അപ്പോൾ അതിന് പിന്നീട് ഇങ്ങനെ മറ്റൊരു രീതിയിൽ ഇത് വന്നപ്പോൾ ശരിക്കും അതിശയം തോന്നി. അയ്യോ, ഇതിന് മാത്രം അവിടെ ഒന്നും ശരിക്കും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ആൾക്കാർ പുറത്തത് മറ്റൊരു രീതിയിലെടുത്ത് അതിനെ വീണ്ടും പുള്ളിയുമായി ഒരു ശത്രുതയിലേക്ക് മാറ്റിക്കൊണ്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ട്രോളന്മാരുടെ ശ്രദ്ധയ്ക്ക് അതിനുള്ള മറുപടി ഇവിടെ കൃത്യമായിട്ട് രോഷിനി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, ഇനി കൂടുതൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് പാമ്പുകളുടെ ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ ചൂട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് പാമ്പുകളായിരുന്നു. എവിടെ നോക്കിയാലും പാമ്പെന്നുള്ള അവസ്ഥയായിരുന്നു. ഇനിയും ചൂട് കൂടിയാൽ പാമ്പുകൾ കൂട്ടത്തോടെ ഇറങ്ങുമെന്നുള്ള ആശങ്ക വരെ ഉണ്ടായിരുന്നു. ഇനി വീണ്ടും എൽ നിനോ പ്രതിഭാസം വരാൻ പോവുകയാണ്. ചൂട് നവംബർ വരെ കൂടുന്നതാണ്. മഴയുടെ അളവ് ഇതല്ല കുറയുമെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ എല്ലാ പ്രതിഫലനവും ഈ ഭൂമിക്ക് അടിയിലുള്ള പാമ്പുകളുടെ കാര്യത്തിലും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ അവിടെയുമുണ്ട്. ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇതാണോ പരിഹാരം? അതും ഒരുപാട് റീലുകളുടെയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ശരിക്കും എൻ്റെ തന്നെ ഈ സർവീസ് ജീവിതത്തിൽ 9 വർഷമാവാൻ പോകുന്നു. അപ്പോൾ അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെനിങ്ങാന്ന് മലപ്പുറത്ത് ഹംബനോസ്ഡ് പിറ്റുപേപ്പർ കടിച്ചിട്ട് ഒരു 8 വയസ്സുകാരൻ മരിച്ചതുൾപ്പെടെ ഏകദേശം 14-15 മരണമാണ് ഒരു 2 മാസത്തിനുള്ളിൽ ഉണ്ടായത്. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വനംവകുപ്പും സർക്കാരും കൂടി ചേർന്നിട്ട് സർപ്പ എന്ന് പറയുന്നത് രൂപീകരിച്ച് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 4000-ഓളം റെസ്ക്യൂവേഴ്സ് വോളണ്ടിയേഴ്സിനെ നിർത്തി
പാമ്പുകളെ ജനവാസ മേഖലയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റുന്ന അത് ചെയ്യുന്നത് തന്നെ മരണം സീറോ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ചൂടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 2 മാസം മുന്നേ വരെ. അപ്പോൾ ആ സമയത്താണ് ശരിക്കും പാമ്പുകൾ കൂടുതലായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നത്. കാരണം മേറ്റിംഗ് സീസൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മുട്ടയിടുന്ന സമയം, അത് കഴിഞ്ഞ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പാമ്പുകളെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഈ ചൂട് സമയത്ത് മാളങ്ങളിൽ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ട്. അപ്പോൾ അതുകൂടി കൊണ്ട് തന്നെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് കൂടുതൽ കാണപ്പെടാനും ഇതുപോലെ വീടിനുള്ളിൽ തലേണയുടെ അടിയിലും ഫ്രിഡ്ജിനകത്തും വാഷിംഗ് മെഷീനകത്ത് ബാത്റൂമിനകത്തൊക്കെ കാണപ്പെടാനും അതിൽ ബൈറ്റ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇതിനെല്ലാം പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ നിരന്തരം ആ സമയത്ത് ചാനലുകളിലൂടെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പാമ്പിന് ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ്, അതിനറിയില്ലാതിരിക്കുന്നത് തലേണയുടെ അടിയിലാണോ അത് വീടിനുള്ളിലാണോ എന്നുള്ളതിനെക്കുറിച്ച് അതിനൊരു ധാരണയില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരാണ് ശരിക്കും അതിനൊരു ജാഗ്രത ഉറപ്പായിട്ടും എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരു എന്തുവാണ് ക്വാട്ടായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ പാമ്പ് കടിയേറ്റ് മരണങ്ങൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും അത്യാവശ്യം പെരുമ്പാമ്പ് പോലെയുള്ള പാമ്പുകൾ ഉണ്ട്, പുറത്ത് ഇറങ്ങുന്നുണ്ട്. അല്ലാത്ത പാമ്പുകൾ മുറുഖമാമ്പൊക്കെ ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളും മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാമ്പുകൾ വീട്ടിൽ വരാതിരിക്കാനുള്ള ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ മണ്ണെണ്ണ പെട്രോൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ശാശ്വതമായ പരിഹാരമല്ല. നമ്മുടെ വീടും നമ്മളെ വീടിന് ചുറ്റും ഉള്ള പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു പാമ്പ് വന്നാൽ തന്നെ നമ്മുടെ കണ്ണിന് മുന്നിൽ നമുക്ക് കാണാൻ പറ്റണം, ഇത് വരുന്നു എന്നുള്ള അല്ലെങ്കിൽ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അറിയാതെ ചവിട്ടുകയോ അതിനെ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ബൈറ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ വെറുതെ പോകുന്നൊരു പാമ്പ് വന്നൊരു ബൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും പോകത്തില്ല. അപ്പോൾ അത്തരത്തിൽ കാണാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് മണ്ണെണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പാമ്പ് വരാതിരിക്കില്ല. അതിൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയോ അതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അതിന് പൊള്ളലുണ്ടാവാം, മരണപ്പെടാം എന്നുള്ളതല്ലാതെ വരാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണ വെളുത്തുള്ളി പോലെയുള്ളത് ചെയ്യുന്നത് ശരിക്കും അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പെരുമ്പാമ്പുകളുടെ കാര്യം പറയുമ്പം ഒരു അവതാരക എന്നതിനപ്പുറം മുൻപ് ഒരു സഹപ്രവർത്തകയായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ടി വരും. ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ 2 പരിപാടികളുടെ ആങ്കർമാരായിരുന്നു. അവിടെ പലപ്പോഴും പരിപാടി അവതരിപ്പിക്കുന്നതിന് മുന്നേ ഓടി വരുന്ന റോഷനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ട് വരുന്ന വരവാണ്. അവിടെ ആ ഒരു ഗന്ധം നമുക്കൊന്നും ഒരുപക്ഷെ സഹിക്കാനോ പറഞ്ഞറിയിക്കാനോ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ റെസ്ക്യൂവും കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് മാറാനുള്ള ആ ഒരു മനസ്സ്. അപ്പോൾ അതിൻ്റെ ഈ പെരുമ്പാമ്പിൻ്റെ റെസ്ക്യൂവിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നേരിട്ട് ഞാനത് പറയുന്ന വരുന്ന വരവ് കണ്ടിട്ടുണ്ട്. കുരങ്ങനെ രക്ഷിച്ച കാര്യം, അതിനെ കുഞ്ഞിനെ പോലെ പരിപാലിച്ച കാര്യം, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ജീവികളെ സംരക്ഷിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥയോട് ചേർത്ത് നിർത്തിയ അനുഭവം. അതിൽ പെരുമ്പാമ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എത്രമാത്രം റിസ്ക്കാണ് പെരുമ്പാമ്പിനെ പിടിക്കുന്നത്? പെരുമ്പാമ്പ് ശരിക്കും ഞാൻ ആദ്യമായി ഫീൽഡിൽ പോയി ഒറ്റയ്ക്ക് റെസ്ക്യൂ ചെയ്യുന്ന പെരുമ്പാമ്പാണ്. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ 208 പെരുമ്പാമ്പിനെ ഞാൻ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 60-70 കിലോയ്ക്ക് പുറത്തുള്ള പെരുമ്പാമ്പിനെ വരെ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ പെരുമ്പാമ്പിൻ്റെ ഒരു സ്വഭാവം സൈസ് അറിയാമല്ലോ, ഇച്ചിരി ഭയങ്കര സൈസാണ്. എൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല ശരിക്കും. പിന്നെ വിഷമില്ലാത്ത പാമ്പുകൾ, അതായത് നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ചേര, പെരുമ്പാമ്പ് പോലെയുള്ള പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായികമായിട്ട് ഭയങ്കര ശക്തിയായിരിക്കും അവർക്ക്. കാരണം അവർക്ക് വെനം ഇല്ല ബൈറ്റ് ചെയ്ത് കൊല്ലാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഫിസിക്കലി അവർ ഭയങ്കര ബലമുള്ള പാമ്പായിരിക്കും. ഇപ്പോൾ ചേരയായാലും ചുറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ചുറ്റി ഇങ്ങനെ മുറുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് പെരുമ്പാമ്പ് ഒരു ജീവിയെ വിഴുങ്ങുന്നത് തന്നെ അതിൻ്റെ തലയിൽ ആദ്യമായിട്ട് കടിച്ചതിന് ശേഷം ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷമാണിത് വിഴുങ്ങുന്നത്. സ്വാളോയിങ് ആണിത്, ചവച്ചരച്ചല്ല കഴിക്കുന്നത്, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ബലമുള്ള പാമ്പാണ്. അപ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിതിനെ പെരുമ്പാമ്പിന് ഇത് ഭയങ്കരമായിട്ട് ചാടിക്കടിക്കും. നമ്മൾ പട്ടി കടിക്കുന്നത് പോലെ ഇത് കടിക്കും. അതിൻ്റെ പല്ല് ബാക്കിയാകും മുഴുവനും പല്ലാണ് പെരുമ്പാമ്പിൻ്റെ, അണ്ണാക്കിൽ വരെ പല്ലുണ്ട്. അപ്പോൾ ഇത് വെച്ചിങ്ങനെ കടിച്ച് പറിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ശരിക്കും തുന്നിക്കെട്ടാൻ പോലും പറ്റില്ല, അമ്മാതിരിയാണ് ഇത് കടിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ വാലില ശരിക്കും പിടിക്കുന്നത്. ഇത് പിടിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ടിത് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യും.
യൂറിനും മോഷനും എല്ലാം വരും. നമ്മളിങ്ങനെ വാലിലിങ്ങനെ പിടിച്ച് പൊക്കുന്നത് ഇത് ശരിക്കും ഒരു എന്താണ് പശു അല്ലെങ്കിൽ കാളയൊക്കെ മൂത്രമൊഴിക്കുന്നത് പോലെ അത്രയും എമൗണ്ട് ഉണ്ടാവും, അത്രയും കൂടുതലായിട്ട് ഇത് ഭയങ്കരമായിട്ട് യൂറിനേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വല്ലാത്തൊരു ഒരു പ്രത്യേകതരം ഒരു സ്മെല്ലാണ്. അത് കഴുകിയാലോ ഒരു 2 ദിവസം കുളിച്ചാലോ ഒന്നും അത് പോവില്ല, അത്രമാത്രം ഒരു സ്മെല്ലാണ്. അത് പെരുമ്പാമ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ് എനിക്ക്. പിന്നെ ചേരയ്ക്ക് സ്മെല്ലുണ്ട്, മൂർഖനൊന്നും സ്മെല്ലില്ല. ഏറ്റവും കൂടുതൽ പെരുമ്പാമ്പിനും ചേരയ്ക്കുമാണ്. അതിൽ പിന്നെ പെരുമ്പാമ്പ് യൂറിനേറ്റ് ചെയ്തില്ലെങ്കിലും ചില പാമ്പിനെ പിടിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിനൊരു ദുർഗന്ധം. ചില പാമ്പ് വന്നാൽ വളരെ ക്ലീൻ ആയിരിക്കും, നമുക്കൊരു സ്മെല്ലും ഉണ്ടാവില്ല. പക്ഷെ മിക്കവാറും പാമ്പുകളെല്ലാം ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡ്രസ്സൊന്നും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റൂല, അത്രയ്ക്കും സ്മെല്ലാണ്. അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ആഹാരം കഴിക്കുന്നു, ഈ കൈ കൊണ്ടാണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. കാരണം എനിക്കതൊരു സ്മെല്ലാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ശീലമാണത്. ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഫൗൾ സ്മെല്ല് നമുക്ക് ഇങ്ങനെ മനം പുരട്ടിക്കൊണ്ടിരിക്കും കുറച്ച് ദിവസത്തേക്ക്. കാരണം ഇത് കഴുകിയാലും പോവില്ല. ഞാൻ പിന്നെ നാരങ്ങ ഒക്കെ പിഴിഞ്ഞൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. പക്ഷേ ഓക്കെയാണ്, എനിക്കത് അങ്ങനെ ഒരു സ്മെല്ലായിട്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കമൻറ്റിലൂടെ, ഇങ്ങനെ ഈ കൈവച്ച് എങ്ങനെ ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ആ ജീവിയോട് ഇഷ്ടമില്ലെങ്കിലാണ് നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഫുഡ് കഴിക്കുന്നില്ലേ, അത് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കും. എനിക്കങ്ങനെ ഒരു പ്രശ്നമല്ല. കാരണം എനിക്ക് പെരുമ്പാമ്പിനെ ആയാലും ആ ജീവികളായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആർക്കും ഈ ഒരു മേഖലയിൽ ഇത്രയും കുറെ കൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് രാവും പകലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പുലർച്ചെ 1:30 മണിക്കൊക്കെ റെസ്ക്യൂ ആയിട്ട് നിൽക്കുന്ന വിഷലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലി അവരുടെ ഒരു പിന്തുണ എത്ര ഇതിൽ വലുതാണ്? വീട്ടിലെ ഹസ്ബൻഡും 2 ആൺമക്കളുമാണ്. 18 വയസ്സും 16 വയസ്സുമായി. കുഴപ്പമില്ല. കൂടുതലും ഈ പാമ്പുകൾ രാത്രിയാണ് പുറത്ത് കൂടുതലും വരുന്നത്. പെരുമ്പാമ്പൊക്കെ അങ്ങനെയാണ്. 1 മണി 2 മണി 3 മണി 4 മണി സമയമൊക്കെയാണ് കോഴിക്കോടിനകത്തൊക്കെ കണ്ടിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ രാത്രി ഇതുപോലെ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് വിളിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. അത് രാത്രി ഇത്ര മണിയെന്ന് എനിക്കൊരിക്കലും കോള് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അത് റെസ്ക്യൂ ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്കത് കോള് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് പോവും രാത്രിയൊക്കെ ഇങ്ങനെ പോവുകയാണെന്ന്. പിന്നെ പറയാറില്ല. കാരണം എല്ലാ ദിവസവും വിളിച്ചുണർത്തി പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പറയാറില്ല. രാത്രി കോൾ വരുമ്പോൾ ഞാൻ എണീറ്റ് പോകും. ഇപ്പം പിള്ളേർ വല്ലതും ഉണർന്നിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ വരും. കാരണം നമ്മൾ എൻ്റെ ഓഫീസിൽ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റാഫ് കാണാൻ പോവും. അപ്പോൾ വീട്ടിലാണെങ്കിൽ പിന്നെ ഓഫീസിൽ നിന്ന് വണ്ടി വിളിച്ച് അത് വന്ന് നമ്മൾ പോകുന്ന ചിലപ്പോൾ ഒരു സമയം കൊണ്ട് നമുക്ക് ചിലപ്പോൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പാമ്പ് അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കാറും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പിള്ളേർ ചിലപ്പോൾ കൂടെ വരാറുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ രാത്രി കാലങ്ങളിൽ പോയത് കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിലൊന്നും എനിക്ക് ഇന്ന് വരെയും ഈ ഒരു 9 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയതിനിടയിൽ ഇതുവരെയും സമൂഹത്തിൽ നിന്ന് സപ്പോർട്ടല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിന് പേടിയാണ്, പാമ്പിനെ പേടിയാണ്. പക്ഷേ റെസ്ക്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിന് പോകണ്ടെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഏതായാലും രാവെന്നില്ല പകലെന്നില്ല, നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും റിസ്കിലാക്കിയാണ് രാവും പകലുമില്ലാതെ റോഷ്നി വലിയ ശ്രമം നടത്തുന്നത്. അതിന് കുടുംബവും സമൂഹവും നൽകുന്ന വലിയ പിന്തുണ. ഏതായാലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ റോഷ്നി തേടിയെത്തിയിട്ടുണ്ട്. ഈ മേഖലയിലെ മികവിന് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ റോഷ്നിക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഈ ഒരു ധൈര്യവുമായി ഇനിയും മുന്നോട്ട്.